ടോപ്പ് ട്യൂഷന്റെ SSLC ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കവിതയുടെ പേര് ദ സീഡ്ലിംഗ്. എഴുതിയിരിക്കുന്നത് പോൾ ലോറൻസ് ഡൺബാർ എന്ന പ്രശസ്തനായ കവിയാണ്. സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തൈ അല്ലേ, ഒരു കുഞ്ഞു വിത്ത് മുളച്ചുണ്ടാകുന്ന ചെടി. ഈ കുഞ്ഞു ചെടിയുടെ കഥയിലൂടെ ഞാൻ ആദ്യം കവിതയൊന്ന് ചൊല്ലാം. ആസ് എ ക്വയറ്റ് ലിറ്റിൽ സീഡ്ലിംഗ് lay within its darksome bed, to itself it fell a-talking, and this is what it said. ഒരു പാവം കുഞ്ഞു വിത്ത്, അതായത് ക്വയറ്റ് ലിറ്റിൽ സീഡ്ലിംഗ്, മണ്ണിനടിയിൽ കിടക്കുകയാണ്. അവിടെ ഒറ്റയ്ക്കിരുന്ന് അത് അതിനോട് തന്നെ സംസാരിക്കാൻ തുടങ്ങി. അതെന്താണ് പറഞ്ഞതെന്ന് കേൾക്കണ്ടേ? I am not so very robust, but I'll do the best I can. And the seedling from that moment, its work of life began. നോക്കൂ, ആ വിത്ത് പറയുകയാണ്, ഞാൻ അത്ര വലിയ ശക്തനൊന്നുമല്ല, ഐ ആം നോട്ട് സോ വെരി റോബസ്റ്റ്, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നതിന്റെ ഏറ്റവും നല്ലത് ഞാൻ ചെയ്യും. ഐൽ ഡൂ ദ ബെസ്റ്റ് ഐ ക്യാൻ. നമ്മുടെ കുറവുകൾ ഓർത്ത് വിഷമിക്കാതെ എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും എന്ന് ഉറപ്പിക്കുന്നു. ആ നിമിഷം മുതൽ അതിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ജോലി തുടങ്ങി. ഇറ്റ്സ് വർക്ക് ഓഫ് ലൈഫ് ബിഗാൻ. എന്താണ് ആ ജോലി? വളരുക. എന്നിട്ടെന്ത് ചെയ്തു? സോ ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ് up into the light of day to examine the surroundings and show the rest away. അത് മണ്ണിനടിയിലെ ഇരുട്ടിൽ നിന്ന് ഒരു കുഞ്ഞിലയെ, അതായത് ലീഫ്ലെറ്റിനെ മുകളിലെ വെളിച്ചത്തിലേക്ക് തള്ളിവിട്ടു. പുറത്തെ ലോകം എങ്ങനെയുണ്ടെന്ന് നോക്കാനും ബാക്കിയുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കാനുമാണ്, ഒരു ലീഡറെ പോലെ അല്ലേ. The leaflet liked the prospect, so it called its brother stem. Then two other leaflets heard it and quickly followed them. പുറത്തു വന്ന ഇലയ്ക്ക് അവിടമൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോ തന്നെ അതതിന്റെ സഹോദരനായ തണ്ടിനെ വിളിച്ചു. ആ വിളികേട്ട് വേറെ 2 ഇലകൾ കൂടി വേഗം പുറത്തേക്ക് വന്നു. ഒരാൾ ധൈര്യം കാണിച്ചപ്പോൾ ഒരു ടീമായി അവർ വളരാൻ തുടങ്ങി. ടു ബി ഷുവർ, ദ ഹേസ്റ്റ് ആൻഡ് ഹറി മെയ്ഡ് ദ സീഡ്ലിംഗ് സ്വെറ്റ് ആൻഡ് പാന്റ്, ബട്ട് ഓൾമോസ്റ്റ് ബിഫോർ ഇറ്റ് ന്യൂ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ പ്ലാന്റ്. ആ തിടുക്കത്തിൽ അത് വിയർത്തു, കിതച്ചുപോയി. സ്വെറ്റ് ആൻഡ് പാന്റ്, അത്രയ്ക്കും കഠിനാധ്വാനം ചെയ്തു. പക്ഷേ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അത് അറിയുന്നതിനു മുൻപ് തന്നെ ആ വിത്ത് ഒരു ചെടിയായി മാറിയിരുന്നു. ദ സൺഷൈൻ poured upon it, and the clouds they gave a shower, and the little plant kept growing, till it found itself a flower. ചെടിയായി പുറത്തു വന്നപ്പോൾ പ്രകൃതി അതിനെ സഹായിച്ചു. സൂര്യൻ വെളിച്ചം കൊടുത്തു, മേഘങ്ങൾ മഴ കൊടുത്തു. അങ്ങനെ വളർന്നു വളർന്നതൊരു മനോഹരമായ പൂവായി മാറി. അതുപോലെ നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറായാൽ നമ്മളെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടാവും. അവസാനം നമ്മളും ജീവിതത്തിൽ മനോഹരമായ പൂക്കളായി മാറും. അപ്പോ എന്താണ് ഈ കവിതയുടെ സന്ദേശം? ജീവിതത്തിൽ എത്ര ചെറിയവരാണെങ്കിലും ആത്മവിശ്വാസത്തോടെ കഠിനമായി പരിശ്രമിച്ചാൽ ഏതുയരങ്ങളിലും എത്താൻ നമുക്ക് സാധിക്കും. നമ്മുടെ കുറവുകളല്ല, നമ്മുടെ പരിശ്രമമാണ് പ്രധാനം.